പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ചൊവ്വാഴ്ച ദിനം നമ്മുടെ ചെറക്കിലെ ദേവാലയത്തിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയിൽ അഭിഷേക ആരാധന ശുശ്രൂഷകളൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. ഇന്നലെ ജസ്റ്റിൻ ബ്രദർ കൂട്ടായ്മയിൽ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. ശക്തമായ വിധത്തിൽ ഒരു ബ്രദർ വചനം പറയുന്ന സമയം തന്നെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പലരും അച്ഛനെ കാണാൻ വന്നിരുന്നു. അതിശക്തമായ ഒരു ദൈവാനുഭവത്തിലൂടെ അവർ കടന്നുപോയി എന്ന് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. ഇതുപോലെ അനേകം ആത്മായ വചന ശുശ്രൂഷകരെ, പുരോഹിതരെ, സമർപ്പിതരൊക്കെ ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രിയ സഹോദരങ്ങളെ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മംഗളവാർത്ത തിരുനാളാണെന്ന് അറിയാലോ അല്ലേ? മംഗളവാർത്ത എന്ന് പറയുന്നത് 9 മാസം മുമ്പ് അല്ലെ, ഡിസംബർ, അതായത് 9 മാസം മുമ്പ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ 9 മാസം മുമ്പ് ആ തിരുനാളാണ് ഇന്നേ ദിവസം. നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, ദൈവദൂതന്മാർ പറയുന്ന ആ സമയത്ത് അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചിന്തിക്കും, നമുക്ക് നല്ല വാർത്തയാണ്, മംഗളവാർത്ത, നല്ല വാർത്ത. നമുക്ക് ഇത് ആ സമയത്ത് നമ്മളൊന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചു നോക്കിയേ, ദൂതൻ ഇത് പറയുമ്പോൾ ഈ പരിശുദ്ധമ്മയ്ക്ക് വല്ലതും മനസ്സിലായിട്ടാണോ? ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ദൈവം അതെല്ലാം മംഗളമാക്കി മാറ്റും. എപ്പോൾ അത് വിശ്വസിക്കുമ്പോൾ. നമ്മുടെ വിഷയം എന്താണെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അത് ദുരന്തമാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ആകെ നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് ഒരു മംഗളവാർത്ത തിരുനാൾ എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ അങ്ങനത്തെ ഒരു മംഗളവാർത്ത, അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പെയിൻഫുൾ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ അതെല്ലാം യേശുവിൽ നിന്നതുപോലെ സ്വീകരിക്കുക. യേശു ആ ഒരു പ്രശ്നത്തെ അത് മംഗളവാർത്തയാക്കിയിട്ട് പിന്നീട് മാറ്റും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:44. അത് ഇതിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ ദുരന്ത വാർത്തകൾ മംഗളമാക്കി മാറ്റുന്നതിനുള്ള അടിസ്ഥാന വചനമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. 2 കാര്യങ്ങളാണ്. അത് സാധാരണ രീതിയിൽ ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് ഒരിക്കലും പാലിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളാണ് യേശു പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പിന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശാരീരികമായിട്ടൊന്നുമല്ല പീഡിപ്പിക്കാൻ, ഒരു പക്ഷേ അപൂർവമായിട്ടൊക്കെ ഉണ്ടെങ്കിലും പീഡനം എന്നുള്ളത് ഒരു മാനസിക പീഡനം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മീയ പീഡനം, നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കുന്ന ചില പീഡനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പറയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ഇത് മാനുഷികമായ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. ഇന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. കാരണം ഈശോ നമ്മളോട് പറഞ്ഞാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണ് ഒരു ഭയങ്കര അസേഷനാണ് അതിലെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അങ്ങനെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ യേശു പറഞ്ഞതല്ലേ. യേശു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പറയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, ഒന്ന് ശത്രുക്കളെ, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിത പങ്കാളി, അമ്മായിമ്മ, അമ്മാനപ്പൻ, മരുമകള്, പിന്നെ സ്വത്ത് തർക്കത്തിൽ നമ്മെ വേദനിപ്പിച്ച നമ്മുടെ സഹോദരൻ, ഇവരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. അവരെ സ്നേഹിക്കുവിൻ. പിന്നെ നമ്മെ ശരിക്ക് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ യൂണിറ്റിലായിരിക്കാം, അല്ലെങ്കിൽ പല ഇതിൽ നമ്മൾ പീഡിപ്പിക്കുക, നമ്മളെ ശരിക്ക് ഒറ്റപ്പെടുത്തി ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അങ്ങനെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആ ദുരന്ത വാർത്ത കർത്താവ് മംഗളവാർത്തയാക്കിയിട്ട് മാറ്റും. ഹല്ലേലൂയ. ദൈവമേ, ഈ ഒരു അഭിഷേകം കർത്താവേ എന്നെ കേൾക്കുന്ന ഓരോ മകനും മകൾക്കും നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എഴുന്നേക്കും. ആമേൻ.